लेकिन इसका शॉर्ट फॉर्म में होता है इंडिया। एनडीए, कैन यू चैलेंज इंडिया? भाजपा, कैन यू चैलेंज इंडिया? लेकिन इसका शॉर्ट फॉर्म में होता है इंडिया। एनडीए, कैन यू चैलेंज इंडिया? भाजपा, कैन यू चैलेंज इंडिया? ജനാധിപത്യ ഇന്ത്യയെ തിരികെ പിടിക്കാൻ കാത്തിരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും ആവേശം കൊള്ളിക്കുന്ന ചോദ്യമാണ് മമതാ ബാനർജി ചോദിച്ചത്. ഞങ്ങളുടെ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ BJP നിങ്ങൾക്കാകുമോ? ഞങ്ങളുടെ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ NDAക്ക് സാധിക്കുമോ? പുതിയ ഇന്ത്യയുടെ പ്രഖ്യാപനം നടത്തി ഇന്ത്യയെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് എന്ന് പ്രതിപക്ഷ സഖ്യത്തിൻ്റെ നേതാക്കന്മാർ പ്രഖ്യാപിക്കുമ്പോൾ അതൊരു പുതിയ ചരിത്ര പിറവിയാണ്. ആ നിമിഷത്തിൽ മമതാ ബാനർജി ഉയർത്തുന്ന ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്കു തന്നെ വീണ്ടും അധികാരം നിലനിർത്തുമെന്ന് ഇതുവരെ വീമ്പിളക്കി നടന്നിരുന്ന BJP ഓടി നടന്ന് ചാക്കിട്ട് പിടിച്ച് 38 പേരുമായി ഡൽഹിയിൽ യോഗം ചേർന്ന് മോദി ഭജന സംഘം രൂപീകരിച്ചതിന് പിന്നാലെയാണ് ബംഗളൂരുവിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പുതിയ സഖ്യത്തിൻ്റെ പേര് ഇന്ത്യ എന്ന് പ്രഖ്യാപിച്ചത്. ആ ഇന്ത്യ എന്ന പുതിയ സഖ്യത്തെ ചങ്കൂറ്റത്തോടെ നേരിടാൻ BJPക്കാകുമോ NDAക്കാകുമോ എന്ന ചോദ്യം മമതാ ബാനർജി ഉയർത്തുന്നു. ചങ്കൂറ്റത്തോടെ അവർക്ക് നേരിടാനാകില്ല എന്ന് ആ പേരിൻ്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ ഈ രാജ്യത്തിന് ബോധ്യപ്പെടുകയാണ്. ട്വിറ്ററിലൊക്കെ എഴുതിവിടുന്ന തോന്നിയാസങ്ങൾ. ഇന്ത്യ എന്ന ആ പേര് ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻ്റൽ ഇൻക്ലൂസീവ് അലയൻസ് എന്ന് സഖ്യ നേതാക്കന്മാർ പ്രഖ്യാപിക്കുമ്പോൾ അതിന് എത്രമാത്രം ദുർവ്യാഖ്യാനങ്ങളാണ് BJPക്കാർ നൽകുന്നത്. BJPയുടെ IT സെല്ല് ഇന്ന് ഉറക്കമിളച്ച് പണിയെടുക്കും. കാരണം അത്രമാത്രം അപരാധങ്ങൾ അവർക്ക് ആ പേരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് അവർക്കെന്തോ അപമാനകരമായി മാറുന്നത് പോലെ. ഇന്ത്യ എന്ന ആ പേര് ആരാണത് കണ്ടെത്തിയതെങ്കിലും ആ പേര് കണ്ടെത്തിയ പ്രതിഭയ്ക്ക് 1000 കയ്യടിക്ക് അർഹതയുണ്ട്. കാരണം BJPക്കാരെ ഒരു പേരുകൊണ്ടു തന്നെ കിടുകിടാ വിറപ്പിക്കാൻ അതിനു സാധിച്ചിരിക്കുന്നു. ആ പേരുയർത്തി മമതാ ബാനർജി വെല്ലുവിളിക്കുക കൂടി ചെയ്തതോടെ ശരിക്കും BJPക്കാർ പതറി. ഈ പേര് ചെറുതായൊന്നുമല്ല അവർക്ക് തലവേദന ഉണ്ടാക്കുന്നത്. വെറുതെ ഒരു പേരല്ലല്ലോ അത്. ഇന്ത്യ എന്ന ആശയത്തെ തിരികെ പിടിക്കാൻ, നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന ജനാധിപത്യവും മതേതരത്വവും ഒക്കെ സംരക്ഷിക്കാൻ, ഇവിടുത്തെ കർഷകർക്കും സാധാരണക്കാരായ മനുഷ്യർക്കും മാന്യമായി ജീവിക്കാനുള്ള അവസരമൊരുക്കാൻ, ഇവിടെ എല്ലാ മതത്തിൽപ്പെട്ട മനുഷ്യർക്കും സ്വസ്ഥമായി തെരുവിലിറങ്ങി നടക്കാൻ, നമ്മുടെ സാമ്പത്തിക മേഖലയെ ശക്തിമത്തായ ഒന്നാക്കി മാറ്റിയെടുക്കാൻ, അത് ഏതാനും ധനികരുടെ മാത്രം കൈകളിൽ ഒതുങ്ങിപ്പോകാതിരിക്കാൻ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. മമതയുടെ വാക്കുകൾ ഒരുപക്ഷെ ഇന്നവിടെ പ്രസംഗിച്ച നേതാക്കന്മാർ എല്ലാവരും ചൂണ്ടിക്കാട്ടിയ ഇതൊക്കെയാണെങ്കിലും മമതയുടെ വാക്കുകൾക്ക് ഒരു തീക്ഷ്ണതയുണ്ട്, തീവ്രതയുണ്ട്. മമത ഒറ്റയ്ക്കൊരു പോരാളിയായിരുന്നു. ആ പോരാളി കൂടി പ്രതിപക്ഷ സഖ്യത്തിൻ്റെ കരുത്തുറ്റ സാന്നിധ്യമാകുമ്പോൾ അവരുടെ നാവിൽ നിന്ന് തന്നെ BJPക്കും NDAക്കും എതിരായിട്ടുള്ള ആ വലിയ വെല്ലുവിളിയുടെ ശബ്ദമുയരുമ്പോൾ അത് ചെറുതായൊന്നുമല്ല ദേശീയ തലത്തിൽ ഈ പ്രതിപക്ഷ സഖ്യത്തിന് കരുത്തേകുന്നത്. മമതയെപ്പോലൊരാൾ, കെജ്രിവാളിനെ പോലൊരാൾ, സ്റ്റാലിനെ പോലൊരാൾ, അവരൊക്കെ ഈ സഖ്യത്തിൻ്റെ ഭാഗമായി മുന്നണിയിൽ നിൽക്കുന്നു എന്ന് വന്നാൽ രാജ്യത്തിൻ്റെ ചിത്രം വേറെയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് മമതയുടെ ഈ വാക്കുകൾക്ക് 1000 മോദിയുടെ പ്രസംഗങ്ങളെക്കാൾ മൂർച്ചയുണ്ടാകുന്നത്, 1000 ഷായുടെ വെല്ലുവിളികളേക്കാൾ മൂർച്ചയുണ്ടാകുന്നത്, 1000 നദ്ദയുടെ അലറലുകളേക്കാൾ മൂർച്ചയുണ്ടാകുന്നത്. BJPക്കാർക്ക് ഒരല്പം ആശങ്കയോടെ മാത്രമേ ഇനി മുന്നോട്ട് പോകാനാകൂ. ആ ആശങ്കയുടെ അടയാളപ്പെടുത്തലുകൾ മോദിയുടെ ശബ്ദത്തിലുണ്ടായിരിക്കുന്നു, നദ്ദയുടെ ശബ്ദത്തിലുണ്ടായിരിക്കുന്നു, ഷായുടെ ശബ്ദത്തിലുണ്ടായിരിക്കുന്നു. BJPയുടെ ഞങ്ങൾ ഒറ്റയ്ക്ക് നേടിക്കളയാമെന്നുള്ള ആ അഹംഭാവത്തിൽ നിന്ന് കുറേ ആളുകളെ കൂടി കൂട്ടിയില്ലെങ്കിൽ കാര്യങ്ങൾ കുഴപ്പമാകുമെന്ന നിലയിലേക്ക് അവർ എത്തുന്നു. തുടക്കത്തിലെ തന്നെ തോറ്റു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയോട് NDA.
ഇന്ത്യയോട് BJP. हम लोगों ने आज सब मिलके एक रियल चैलेंज लिया है। डिटेल्स खड़गे जी ने आपको फुल फ्लेजेड नाम बताया, लेकिन इसका शॉर्ट फॉर्म में होता है इंडिया। लेट अस चैलेंज इंडिया, एनडीए कैन यू चैलेंज इंडिया? भाजपा कैन यू चैलेंज इंडिया? The other people can you challenge India? So our challenge will be all focus, all publicity, all campaigning, all program. It will be under the banner of India. If anybody has a challenge, catch us if you can. कोई आदमी कोई ऑपोजिशन को सपोर्ट करते हैं, ऑपोजिशन स्टेट को, तो नेक्स्ट डे ईडी और सीबीआई और कोई चला जाता है और खाली धमक देता है हम 355 करेगा, हम 356 करेगा। हम लोगों ने आज 420 कर दिया, 420 धारा अप्लाई कर दिया पॉलिटिकली, जिसमें इंडिया जीतेगा, भाजपा हारेगा। आज से 9 साल पहले इस देश के लोगों ने नरेंद्र मोदी जी को भारी बहुमत देके जिताया था। इन 9 साल के अंदर उनके पास मौका था, वो देश के लिए बहुत कुछ कर सकते थे, लेकिन इन 9 सालों में उन्होंने एक भी सेक्टर ऐसा नहीं है जिसमें हम कह सकें कि तरक्की हुई है। हर सेक्टर को बर्बाद करने में उन्होंने कोई कसर नहीं छोड़ी। इन्होंने इकोनॉमी बर्बाद कर दी, इन्होंने रेलवे बर्बाद कर दी, सारे एयरपोर्ट बेच दिए, इन्होंने जहाज बेच दिए, आसमान बेच दिया, धरती बेच दी, पाताल बेच दिया, सब कुछ इन्होंने अपने लोगों को बेच दिया, कोई कसर नहीं छोड़ी। तो आज ये 26 पार्टियां हम सब लोग अपने लिए एकत्रित नहीं हुए। हम देश को एक तरफ बचाना है, जिस तरह से पूरे देश के अंदर नफरत फैलाई जा रही है उससे बचाना है, और दूसरी तरफ एक नए भारत का सपना लेके हम सब लोग इकट्ठे हुए हैं, जिसमें हर युवा को रोज़गार मिलना चाहिए, हर गरीब बच्चे को अच्छी शिक्षा मिलनी चाहिए, हर बीमार आदमी को अच्छा इलाज मिलना चाहिए। ये सपना लेके हम सब लोग इकट्ठे हुए हैं, जहाँ पे ऐसा भारत होगा जहाँ सब सुख शांति होगी, प्यार मोहब्बत होगी और देश तरक्की करेगा, ना कि देश के संसाधन जो हैं कुछ लोगों के लिए, चंद लोगों के लिए लुटाए जाएंगे। देखते होंगे पहले सवाल कई लोगों ने मुझे पूछा कि अलग अलग विचारधारा के लोग हैं, राजनीति में विचारधारा तो अलग होनी चाहिए, इसी को तो प्रजातंत्र मानते हैं। लेकिन इसके बावजूद हम एक आए हैं क्योंकि अब लड़ाई सिर्फ हमारी पार्टी की नहीं है। कुछ लोगों को ऐसे लग रहा है कि परिवार के लिए लड़ाई लड़ रहे हैं। हाँ, देश हमारा परिवार है और इस परिवार के लिए हम लड़ रहे हैं, देश ही हमारा परिवार है, तो इस परिवार को हमें बचाना है। और लड़ाई हमारी एक पार्टी के खिलाफ या एक व्यक्ति के खिलाफ नहीं है, लड़ाई हमारी नीति के खिलाफ है, तानाशाही के खिलाफ है। और जैसे एक ज़माने में आज़ादी की लड़ाई हुई थी, तो अब आज़ादी खतरे में आई है, तो इस आज़ादी के लिए हम सब इकट्ठा आए हैं और पक्का भरोसा है कि हम कामयाब रहेंगे, हो जाएंगे। और देश के जनता के मन में एक डर है कि अब क्या होगा, तो हम इतना उनको एक एहसास दिलाना चाहते हैं कि विश्वास दिलाना चाहते हैं, डरो मत, हम है। जैसे एक वो पिक्चर आया था मैं हूं ना, वैसे हम है ना। इंडियन नेशनल डेवलपमेंटल इंक्लूसिव अलायंस मतलब इंडिया। लड़ाई एनडीए और इंडिया के बीच में है, नरेंद्र मोदी जी और इंडिया के बीच में है, उनकी विचारधारा और इंडिया के बीच में है। आप जानते हो, जब भी कोई हिंदुस्तान के सामने खड़ा होता है, इंडिया के सामने खड़ा होता है, तो जीत